അന്ന് കൃത്യമായി പറഞ്ഞാൽ 2021 മാർച്ച് 10 മലപ്പുറത്തെ വളാഞ്ചേരിയിലെ ചോറ്റൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു സുബീറ ഫർഹത്ത് എന്ന് പറയുന്ന 21-കാരി താമസിച്ചിരുന്നത്. അവരുടെ പാരൻസിന്റെ കൂടെ ആയിരുന്നു കേട്ടോ അവർ താമസിച്ചിരുന്നത്. പാരൻസിനെ പറ്റുന്നത് പോലെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. വെട്ടിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ പോകാറുണ്ടായിരുന്നത്. അന്നത്തെ ദിവസവും ഒരു സാധാരണ ദിവസം തന്നെയായിരുന്നു. രാവിലെ 9 മണിക്ക് ആയപ്പോഴത്തേനും ക്ലിനിക്കിലോട്ടായിട്ട് സുബീറ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോഴാണ് സുബീറയുടെ വീട്ടിലോട്ട് ഒരു കോള് വരുന്നത്. ആ ഒരു ക്ലിനിക്കിലത്തെ ഡോക്ടറായിരുന്നു കേട്ടോ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വിളിച്ചിട്ട് സുബീറയുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇന്നെന്താ അവൾ വരാത്തത്, ഞാൻ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാരൻസ് ആകെപ്പാടെ പാനിക്കായി പോയി. അപ്പോൾ അവർ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, ഇവിടുന്ന് രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അവൾ എന്താ അങ്ങോട്ട് എത്തിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയാണ്. അപ്പോൾ അതിനുശേഷം ഈ പാരൻസ് സുബീറയെ ഫോണിൽ വീണ്ടും കോൺടാക്ട് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ അപ്പോഴത്തേനും സുബീറയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ റിലേറ്റീവ്സിനെയും അതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഫ്രണ്ട്സിനെയും മറ്റും എല്ലാവരെയും ഈ പാരൻസ് കോൺടാക്ട് ചെയ്യുകയാണ്. എന്നാൽ അന്നത്തെ ദിവസം ആരും തന്നെ സുബീറയെ കോൺടാക്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല, അവരെ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നൈബേഴ്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാവരെയും വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ എല്ലാവരും തന്നെ സുബീറയെ അന്വേഷിക്കാനായിട്ടും തുടങ്ങി. അവർ ആ ഒരു ഏരിയയിലും ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലും എവിടെയൊക്കെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആ പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇനിയിപ്പോൾ അധികം സമയം കളയണ്ട എന്ന് കരുതിക്കൊണ്ട് അവർ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ ഒരു കേസ് എടുത്തിട്ട് പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു സമയത്ത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സുബീറയുടെ വീട്ടിൽ നിന്നും 100-300 മീറ്ററിനുള്ളിൽ തന്നെ സുബീറ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അന്നത്തെ ദിവസം ആ ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? സുബീറയെ പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഈ ഒരു കേസ് എങ്ങനെയാണ് പോലീസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള CCTV വിഷ്വൽസ് പരിശോധിക്കുക എന്നുള്ളതായിരുന്നു. സുബീറ സാധാരണഗതിയിൽ പോകുന്ന വഴിയിലുള്ള CCTV ക്യാമറാസ് ഒക്കെ പരിശോധിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിൻ്റെ ഡയറക്ഷനിലോട്ട് നടന്നു പോകുന്നതിൻ്റെ ഒരു വിഷ്വൽ പോലീസിന് ലഭിക്കുകയാണ്. അതിനുശേഷം ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടുത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ആ ഒരു സമയത്ത് ആ പെൺകുട്ടി ആ ഒരു ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടില്ല. ആകെ കുറച്ച് ദൂരമുള്ളൂ അവരുടെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലോട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയോ വെച്ചിട്ടാണ് സുബീറ മിസ്സായിരിക്കുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അടുത്തതായിട്ട് അവരുടെ ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോലീസുകാർ നോക്കിയത്. അപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് അധികം മാറിയിട്ടില്ല സുബീറയുടെ ഫോൺ ലാസ്റ്റ് ഓഫ് ആയിട്ടുള്ളത്. അതായത് അവിടെ ഒരു 100-350 മീറ്റർ റേഡിയസിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആരെങ്കിലും അവരെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടായിരിക്കാം അവരെ കൊണ്ടുപോയിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ ആ ഒരു സുബീറ ഉണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. എന്നാൽ പോലീസുകാർ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും സുബീറയെ കുറിച്ച് ഇങ്ങേറ്റ് ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് DYSP ആയിട്ടുള്ള KS സുരേഷ് ബാബു സാറ് ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോഴതിന് നാട്ടിൽ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് സ്വാഭാവികമായിട്ട് നാട്ടിൽ നിന്ന് ഈ ഒരു 10-21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയതായിരിക്കാം എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളൊക്കെ നാട്ടിലുണ്ടാവും. അതേപോലെ തന്നെ ആ ഒരു നാട്ടിലും ആളുകൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ആവശ്യമില്ലാണ്ട് പറഞ്ഞുണ്ടാക്കുകയാണ്. പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിളിൽ ഓൾറെഡി അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആ പെൺകുട്ടിയുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്ത് തന്നെ അവരെടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംശയിക്കത്തക്കതായിട്ടുള്ള രീതിയിലുള്ള ഒരു കോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു പെൺകുട്ടിക്ക് വന്നിട്ടും ഉണ്ടായിരുന്നില്ല, ആ ഒരു പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് പോയിട്ടും ഉണ്ടായിരുന്നില്ല. അതായത് ആ പെൺകുട്ടിക്ക് ഒരു കാമുകനില്ല എന്നുള്ളൊരു കാര്യം പോലീസുകാർ ഓൾറെഡി തീർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടുകാരുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ സുബീറയെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ ആഴ്ചകളായിട്ട് മാറുകയായിരുന്നു. ഏകദേശം 40 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേനും. എന്നിട്ടും സുബീറയെ എവിടെ എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങേറ്റ് ഒരു പ്രോപ്പറായിട്ടുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് അതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടി ആ ഒരു ഏരിയയിൽ വെച്ച് തന്നെയാണ് മിസ്സായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് അറിയാവുന്ന ഒരാൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആരെങ്കിലും ഒരാളോ ഒന്നിലധികം ആളുകളായിരിക്കാം ഇതിൻ്റെ പിന്നിൽ എന്നുള്ളൊരു നിഗമനത്തിലോട്ട് അതിനോടൊപ്പം തന്നെ പോലീസുകാർ എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതാരായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലോട്ടും പോലീസുകാർ അതിനോടകം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആരും പോവാത്ത ഏരിയകളായിരിക്കും. അതായത് വലിയ വലിയ തോട്ടങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ വല്ല കരിങ്കൽ കോറി, അല്ലാന്നുണ്ടെങ്കിൽ ചെങ്കൽ കോറി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അതായത് അധികം ജനങ്ങൾ ആ ഒരു ഏരിയ പോവാറുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ കാണാതായതിൻ്റെ അടുത്ത് അങ്ങനെയുള്ള വല്ല ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 100-300 മീറ്റർ മാറിയിട്ട് ഒരു ചെങ്കൽ ക്വാറി ഉണ്ട് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ഒരു ക്വാറിയിൽ ഈ ഒരു പെൺകുട്ടി ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് കുഴിച്ചു നോക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അന്നത്തെ ദിവസം തീരുമാനിക്കുകയായിരുന്നു. സോ പോലീസ് ടീം അവിടെ എത്തി കുഴിച്ചു നോക്കാനായിട്ട് തുടങ്ങി. അവിടെ കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൽസിൽ കുറേ പിറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കുഴികളുണ്ടായിരുന്നു. ആ ഒരു കുഴികളിലും അതിൻ്റെ സൈഡിലും അവിടെ ഇവിടെ ഒക്കെ പോലീസുകാർ ഇങ്ങനെ കുഴിച്ചു നോക്കുകയായിരുന്നു, മണ്ണുമാന്തി മറ്റുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോഴാണ് ഈ DYSP സാറിൻ്റെ കണ്ണിൽ വേറൊരു സാധനം പെടുന്നത്. അവിടെ വേറൊരു ഏരിയയിൽ ചെറുതായിട്ട് വേറെ മണ്ണ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയൊരു കുഴിയായിരുന്നു. ആ കുഴി ചെറുതായിട്ട് മൂടിയിട്ടുമുണ്ട്. അപ്പോൾ എന്തോ ഒരു പന്തികേട് അതിലുണ്ടല്ലോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിന് വരികയാണ്. പിന്നെ വേറൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഴി മൂടിയത് ആ ടൈമിൽ മാത്രമായിരുന്നില്ല പോലീസുകാർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുൻപും ആ ഒരു ഏരിയയിൽ വന്ന് പോലീസുകാർ സെർച്ച് ചെയ്തപ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഏരിയയിലുള്ള മണ്ണ് വേറെ കിടക്കുന്നതും ആ ഒരു കുഴി സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ മൂടി കിടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഓൾറെഡി പോലീസുകാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാറമടയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് 38 വയസ്സുള്ള മുഹമ്മദ് അൻവർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ ആളെ പോലീസുകാർ വളരെ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അയാളാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിലത്തെ അത്യാവശ്യം പൊതുപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു, ഇവിടെ വണ്ടി കയറി പോകാനായിട്ടുള്ളൊരു സ്ഥലം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനത് നിരപ്പാക്കിയതാണ്, ഒരു JCB കാരനെ വിളിച്ചിട്ടെന്നുള്ള കാര്യം ആൾ പറയാണ്. അങ്ങനെ പോലീസുകാർ JCB കാരനെ ബുക്കായിരുന്നു. അങ്ങനെ ആളെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അയാൾ ഇതേപോലെ തന്നെ അൻവർ എൻ്റെ അടുത്ത് കുഴി മൂടാനായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കുഴി മൂടിയിട്ട് പോയി. അപ്പോൾ പോലീസുകാർ വീണ്ടും ചോദിച്ചു, സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ആൾ നിൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പന്തികേട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ചോദിച്ചപ്പോൾ ആളും ആ ഒരു സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അൻവർ വിളിച്ചു, ഞാൻ വന്നു, കുഴി മൂടിയിട്ടു, തിരിച്ചു പോയി എന്നുള്ളത് മാത്രമായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ആൾക്കൊരു കാര്യം കത്തുന്നത്. ഈ അൻവർ അന്നത്തെ ദിവസം സാധാരണഗതിയിൽ JCB വിളിക്കുന്നത് പോലെ ആയിരുന്നില്ല ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നീ വന്നേ പറ്റുള്ളൂ, വന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല, പെട്ടെന്ന് തന്നെ ആ ഒരു കുഴി മൂടണം, അത്രയും അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആൾ ഓൾറെഡി വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ആൾ അത്രയും നിർബന്ധിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടായിരുന്നു ആ ഒരു കുഴിയും കാര്യങ്ങളൊക്കെ മൂടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം കൂടെ കേട്ടപ്പോൾ പോലീസിന് കാര്യങ്ങളുടെ കിടപ്പുവശമൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പാറമടയല്ല കല്ലുമടയിൽ കംപ്ലീറ്റ് ആയിട്ട് കുഴിച്ചു നോക്കാമെന്നുള്ള ആ ഒരു ഇതിൽ പോലീസുകാരുടെ ടീം അങ്ങോട്ട് എത്തുന്നതും അതേപോലെ തന്നെ നാട്ടുകാർ കൂടുന്നതും അതേപോലെ തന്നെ അവിടെ പല പല ഭാഗങ്ങളിൽ പോലീസുകാരിങ്ങനെ കുഴിച്ചു നോക്കുന്നതും. പോലീസിന് ഏകദേശം അവിടെ ആയിരിക്കും ഒരു ബോഡി ഉണ്ടാവുക എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഈ ഒരു മുഹമ്മദ് അൻവർ ആ ഒരു സമയത്ത് പോലീസിൻ്റെ കൂട്ടത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വലിയ സംശയമൊന്നും വരണ്ട എന്നുള്ള രീതിയിലായിരിക്കാം നൈസായിട്ട് അയാളെ പോലീസുകാരെല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ പോലീസുകാരെ അവിടെ ഇവിടെ കുഴിച്ചു നോക്കുകയാണ്. അങ്ങനെ ആ ഒരു മടയിൽ പല സ്ഥലത്തും പോലീസുകാരിങ്ങനെ കുഴിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കുഴിപ്പിക്കാനായിട്ട് പോലീസുകാർ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഇനിയിപ്പോൾ ഇന്ന് കുഴിപ്പിക്കണോ എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചോദ്യം പോലീസുകാർ കേൾക്കുന്നത്. അത് പറഞ്ഞത് വേറെ ആരും ആയിരുന്നില്ല, ഈ ഒരു മുഹമ്മദ് അൻവർ തന്നെയായിരുന്നു. അതിനുള്ളൊരു കാരണമായിട്ട് ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഇവരെല്ലാവരും തളർന്നുണ്ടാവില്ലേ, നമുക്ക് നാളെ ചെയ്താൽ പോരെ എന്നുള്ളതായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം. അപ്പോൾ ഈ ഒരു പോലീസുകാർക്ക് തീർച്ചയായും അവിടെ ബോഡി ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ DYSP സാറ് പറഞ്ഞു, ഇല്ലില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കുഴിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അവിടെ കുഴിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേനും ഈ ഒരു അൻവറിൻ്റെ മുഖമൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കുഴി കുഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അഴുകിയ നിലയിലുള്ള ആ പെൺകുട്ടിയുടെ ബോഡി ലഭിക്കുകയായിരുന്നു. അപ്പോഴത്തേന് ഇയാളുടെ മുഖവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അതിനോടകം തന്നെ ഇയാളെ പോലീസുകാർ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൊലപാതകം നടത്തിയത് താനാണെന്നുള്ളത് ആൾ സമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ 10-40 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 21, 2021 ഫൈനലി ആ ഒരു ബോഡി പോലീസിന് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇയാളാണ് ഇത്തരത്തിലുള്ളൊരു ക്രൈം ചെയ്തതെന്നുള്ളത് ആ സമയത്ത് ആർക്കും വിശ്വസിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സുബീറയുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആ ഒരു കാഴ്ച കണ്ട് ആകെപ്പാടെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു എത്തിയത്.
അങ്ങനെ പോലീസുകാർ ആ ഒരു കുഴിയിൽ നിന്ന് ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തു, DNA ടെസ്റ്റും മറ്റുമൊക്കെ നടത്തി അത് സുബീറയുടേതാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു ഒഫീഷ്യലി. അപ്പോൾ ഇയാളെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തു, എന്തിനാണ് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ അൻവറിന് കുറേ സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഈ ഒരു സുബീറ വീട്ടിൽ നിന്ന് ഇറങ്ങി സാധാരണഗതിയിൽ ഇങ്ങനെ നടന്നു പോയായിരുന്നു. കൊറോണയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മാസ്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് സുബീറയുടെ കഴുത്തിൽ കിടക്കുന്ന 3.5 പവൻ്റെ മാല ഇയാളുടെ ശ്രദ്ധയിൽ വിടുന്നത്. യെസ്, അപ്പോൾ ഇയാൾ നൈസായിട്ട് സുബീറയുടെ പിന്നാലെ പോവായിരുന്നു. ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ നേരെ തന്നെ ബാക്കിൽ നിന്ന് വന്നിട്ട് മൂക്കും വായും കൂടെ പൊത്തി പിടിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടിയെ വലിച്ചഴിച്ച് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ആ ഒരു ചെയിൻ ആൾ കട്ട് ചെയ്തെടുക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ ആളൊരു ചാക്കിലാക്കി. എന്നിട്ട് ആളുടെ അണ്ടർ കൺട്രോളിലുള്ള ആ ഒരു മടയിലോട്ട് കൊണ്ടുപോയി അവിടെ ഒരു കുഴിയിൽ ഇതേപോലെ തന്നെ ഒരു കുഴിയും കൂടെ കുഴിച്ചും കയറ്റി ആ ഒരു ബോഡി അവിടെ ഇട്ടിങ്ങേറ്റ് മറവുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആൾ പിന്നൊരു കാര്യം ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബോഡി പൊന്തി വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ താൻ പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആൾ നേരെ തന്നെ ആ ഒരു JCB ഡ്രൈവറെ വിളിക്കുന്നത്. അപ്പോൾ JCB ഡ്രൈവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി വേറെ പണിയിലായിരുന്നു. ഇന്നത്തെ ദിവസം ഒന്നും വരാൻ പറ്റില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നുള്ളൊരു നിലക്കായിരിക്കാം ആൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ ഈ ഒരു അൻവർ പറ്റില്ല, തല പോണ കേസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇന്നിവിടെ വന്നത് ചെയ്ത് തന്നേ മതിയാവുള്ളൂ എന്നുള്ളൊരു രീതിയിൽ ആളുടെ അടുത്ത് നിർബന്ധം പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആൾ നേരെ തന്നെ അങ്ങോട്ട് എത്തുന്നതും അതേപോലെ തന്നെ ആ ഒരു കുഴി മൂടി കൊടുക്കുന്നതും. അപ്പോൾ അതിനുശേഷം ഈ അൻവർ താൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം വിചാരിച്ചിട്ടുണ്ടാവുക. ആൾ അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു അന്വേഷണത്തിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ മുന്നിലുണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു മുഹമ്മദ് അൻവർ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ഇയാൾ ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഇയാളുടെ ശ്രദ്ധയിൽ വിടുകയാണ്. ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടറായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ കുറച്ച് നേരം ആ ഒരു ഫോൺ ആൾ കയ്യിൽ പിടിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കോള് എൻഡ് ആവുകയാണ്. അതിനുശേഷം അവിടെ അടുത്തുള്ളൊരു കിണറ്റിലോട്ട് ഇയാൾ ആ ഒരു ഫോൺ ഇടുകയും ചെയ്തു. അതിനുശേഷമാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവുക. പിന്നെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ പാരൻസ് വിളിക്കുന്നതും അതേപോലെ തന്നെ ആ ഒരു ടൈമിൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ളൊരു രീതിയിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക. യെസ്, സ്വന്തം ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്ര ചെറുപ്പത്തിലെ തന്നെ ജോലിക്ക് പോയി തുടങ്ങിയ 21 വയസ്സ് മാത്രം പ്രായമുള്ള സുബീറ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് അന്നത്തെ ദിവസം അതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് സംസാരിക്കാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.